വിക്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീകാന്തിന്റെ കൊടുംചതിയിൽ നിന്നും വേദയെ രക്ഷിച്ച് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിക്രം അവളെയും കൂട്ടി തറവാട്ട് വീട്ടിലേക്ക് വരികയാണ്. വിക്രം വേദയെ ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇനി അവളെ ആർക്കും വിട്ടുകൊടുക്കുന്നില്ലെന്ന ഉറച്ച തീരുമാനം അവന്റെ മനസ്സിലുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് തിരികെ കയറി വരുമ്പോൾ സുധാകരൻ മാഷും കമലമ്മയും കൂടി നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി തന്നെ അവളെ ചേർത്ത് പിടിച്ചു. ആ സമയം വിക്രം മാഷിനോടും കമലത്തിനോടും പറയുന്നുണ്ട്, ഇവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ കാരണം ഇനി ആരും ചോദിക്കേണ്ട, അതെന്താണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. അത് പിന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും സമാധാനമായി പറഞ്ഞോളാമെന്ന് പറയും. ഇത് കേട്ട് തരച്ചു നിന്ന നന്ദിനി ഉടനെ തന്നെ ഇരിച്ചു കയറി ചോദിക്കാണ്, അങ്ങനെ എങ്ങ് പറഞ്ഞാൽ പറ്റില്ലല്ലോ വിക്രം, നമ്മുടെ എല്ലാവരുടെയും മുന്നിലൂടെയല്ലേ ഇവൾ അഹങ്കാരത്തോടു കൂടി തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അച്ഛൻ്റെയും അമ്മയുടെയും വാക്ക് പോലും കേൾക്കാതെ പോയ ഇവൾ എന്തിനാണ് പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയത്? ഇവൾ എന്തിനാണ് എല്ലാവരെയും ധിക്കരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോയത് എന്ന് ഞങ്ങൾക്കറിയണം. നന്ദിനിയുടെ ആ ഒരു ചോദ്യം കേട്ടതും വിക്രമിൻ്റെ മുഖമങ്ങ് മാറി. അവൻ കടുപ്പത്തിൽ തന്നെ മറുപടി കൊടുത്തു, അതെന്തായാലും എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇവിടെയില്ല. നന്ദിനിയുടെ അടുത്തേക്ക് ഇപ്പം എന്താ അറിയേണ്ടത്? വേദ ഇവിടെ നിന്നും പോയതിൻ്റെ കാരണമോ? അവൾ പോയത് അവളുടെ സ്വന്തം വീട്ടിലേക്കാണ്, അല്ലാതെ വേറെ എങ്ങോട്ടേക്കും അല്ലല്ലോ. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം, അതുപോലെ തന്നെ തിരിച്ചു വരാം. അത് ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും ഒരു അവകാശവുമില്ല. അതിന് അവകാശപ്പെട്ടവർ അച്ഛനും അമ്മയുമുണ്ട്, അവർ ചോദിച്ചോളും. വിക്രമിൻ്റെ ആ ഒരു മറുപടി കേട്ടതോടുകൂടി തന്നെ നന്ദിനിക്ക് ദേഷ്യവും നാണക്കേടും എല്ലാം കൂടെ വരുന്നുണ്ട്. മറുപടി പറയാനാവാതെ നന്ദിനിയുടെ വായടഞ്ഞു പോയി. ഉടനെ സുധാകരൻ മാഷ് വേദയെ നോക്കിയിട്ട് മോൾ അകത്തേക്ക് പോയിക്കോളൂ എന്ന് സ്നേഹത്തോടെ പറയും. വിക്രമിനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് വേദ നേരെ അകത്തേക്ക് നടക്കുമ്പോൾ സുധാകരൻ മാഷ് വിക്രമിനോട് പറയുന്നുണ്ട്, അവൾ പോയതിൻ്റെ കാരണം ഞാൻ നിന്നോടിപ്പോൾ ചോദിക്കുന്നില്ല. വെറുതെ അവൾ ഈ വീട് വിട്ട് ഇറങ്ങി പോകില്ല എന്ന് എനിക്കും കമലത്തിനും നന്നായിട്ടറിയാം. എന്തായാലും അവൾ തിരിച്ചു വന്നല്ലോ കമലേ. അന്നേരം കമലമ്മയും സന്തോഷത്തോടെ പറയുന്നത്, അതേ മാഷേ, ഇപ്പോഴാണ് മനസ്സൊന്ന് ശാന്തമായത്. ഇനി നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ആർക്കും പറ്റില്ല, വേദയുടെ വീട്ടുകാർക്കും അതിനാവില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ കമലമ്മ അകത്തേക്ക് പോകുമ്പോൾ വിക്രം നിറഞ്ഞ സന്തോഷത്തോടു കൂടി തന്നെ മുറിയിലേക്ക് നടക്കുകയാണ്. മുറിയിലെത്തിയ വിക്രമിന് വേദയെ തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ശ്രീകാന്തിനോടുള്ള ദേഷ്യം മനസ്സിലുണ്ട് എങ്കിലും വേദയെ തിരികെ കിട്ടിയതിൻ്റെ ആ ഒരു ദേഷ്യം ഉള്ളിലൊതുക്കിക്കൊണ്ട് തന്നെ വേദയുമായിട്ട് ഒരു പുതിയ ജീവിതം സ്വപ്നം കാണുകയാണ് വിക്രം. മുറിയിലേക്ക് വന്ന വേദയെ നോക്കി വിക്രം ചിരിക്കുന്നുണ്ട്. അവൻ അടുത്തുപോയി അവളോട് ചോദിച്ചു, ഇനി നീ ഈ വീട് വിട്ട് എങ്ങോട്ടേക്കും പോവരുത്. ആ ശ്രീകാന്തിനി എന്ത് പ്രശ്നമുണ്ടാക്കിയാലും അവനെ പേടിച്ച് ഒന്നും എന്നിൽ നിന്നും നീ ഒളിപ്പിക്കരുത്. എന്ത് കാര്യവും നീ എന്നോട് തുറന്നു പറയണം. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നീ എന്നോട് പറയാതിരിക്കരുത്. ഇത് കേട്ട വേദ സങ്കടത്തോടെ പറഞ്ഞു, ആ സാഹചര്യത്തിൽ എനിക്കതൊന്നും ആരോടും പറയാൻ പറ്റില്ലായിരുന്നു വിക്രം. അച്ഛൻ്റെ മുഖം മാത്രമായിരുന്നു അന്നേരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും അച്ഛനെ തിരികെ കിട്ടണം, ഈ വീട്ടിലെ സന്തോഷം നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ വീടും നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് പോവേണ്ടി വന്നത്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോവാൻ തയ്യാറായത് എന്നൊക്കെ പറയാണ് വേദ. വിക്രം അവളുടെ കൈ പിടിച്ചു, എനിക്ക് നിന്നെ വേണം വേദ, നിന്നെ പിരിഞ്ഞിരിക്കാനൊന്നും എനിക്കാവില്ല. ഇനി നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി, എൻ്റെ മനസ്സിൽ നിന്നെ പ്രതിഷ്ഠിച്ചു പോയി. വികാരഭരിതനായിക്കൊണ്ടായിരിക്കട്ടോ വിക്രം സംസാരിക്കുന്നത്. ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ കണ്ണുമ വെട്ടാതെ നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല, മലക്ക് പോയി വന്നപ്പോൾ ആളാകങ്ങ് മാറിയല്ലോ, എന്തായിരുന്നു ഈ മസില് പിടുത്തം? എടി പോടി, എൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോടി എന്നുള്ള ആ ഒരു ശൗര്യമൊന്നും ഇപ്പം കാണുന്നില്ലല്ലോ. വിക്രം ചിരിച്ചുകൊണ്ട് അതെല്ലാം മാറ്റിയെടുത്തത് നീയല്ലേ എന്ന് പറയും. എന്താ, ഞാൻ പഴയതുപോലെ ആവണോ എന്ന് ചോദിക്കാണ്. വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ടേ, ഇത് കുറച്ച് ഓവറല്ലയോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയും. ഇത് കേട്ട് വിക്രമിൻ്റെ മുഖം വാടി. ഉടനെ വേദ പറയുന്നത്, ഞാൻ വെറുതെ പറഞ്ഞതാ, നിങ്ങൾ പിരിഞ്ഞു പോവാൻ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കണമെന്ന് തോന്നിയിട്ടില്ല. എല്ലാം കൈവിട്ടു പോയതുപോലെയാ എനിക്ക് തോന്നിയത്. ഈ സന്തോഷം ഈ സ്നേഹമൊന്നും കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല. നിങ്ങളില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് നിറ കണ്ണുകളോടുകൂടി ആയിരിക്കട്ടെ വേദ പറയുന്നത്. വിക്രം അവളെ ചേർത്ത് പിടിച്ചു. രണ്ടുപേരുടെയും മനസ്സ് ഒന്നാകുന്ന പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞ് ജീവിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. ഇതേ സമയത്ത് ശ്രീകാന്ത് ആണെങ്കിൽ ആരും കാണാതെ ഒളിച്ചു നിന്ന് തൻ്റെ കാമുകിയായ ഹർഷയുമായി ഫോണിൽ സല്ലപിച്ച് നടക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞ് ശ്രീകാന്ത് തിരികെ വരുമ്പോൾ മുറിയിൽ നിന്നും ദീപ്തിയുടെ സംസാരം കേട്ടു. റൂമിനരികിലേക്ക് ചെല്ലുമ്പോൾ ദീപ്തി വരുണുമായി ഫോണിൽ സംസാരിക്കുന്നത് ശ്രീകാന്ത് കേൾക്കാനിട വന്നു. വരുൺ, നമ്മൾ തമ്മിലുള്ള ഈ അകലം കൂടുന്തോറും എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി വരുക എന്ന് ദീപ്തി പറയുന്നത് ശ്രീകാന്ത് കേട്ടതോടുകൂടി തന്നെ ശ്രീകാന്തിൻ്റെ നിയന്ത്രണം അങ്ങ് വിട്ടു. ദേഷ്യത്തോടു കൂടി തന്നെ അവൻ അങ്ങോട്ടേക്ക് ചാടി വന്നിട്ട് എടി എന്ന് അങ്ങ് ഉറക്കെ വിളിക്കാണ്. ഞെട്ടലോടുകൂടി തന്നെ ദീപ്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ശ്രീകാന്ത് കോപത്തോടെ അരികിലേക്ക് വരുന്നു. എടി, നീയും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? ഞങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കാണ്
ശ്രീകാന്ത്. ദീപ്തി യാതൊരു കൂസലുമില്ലാതെ തന്നെ മറുപടി പറഞ്ഞു, ഞാൻ ആരെയും പറ്റിച്ചിത്രമൊന്നുമില്ല ഏട്ടാ. ഇതെൻ്റെ ഫോണ്, എനിക്കിഷ്ടമുള്ളവരെ ഞാൻ വിളിക്കും. പിന്നെ വരുണുമായി ഇടയ്ക്ക് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ആ ബന്ധം ഇത്ര പെട്ടെന്നങ്ങ് മുറിച്ചു മാറ്റാനൊന്നും എനിക്കാവില്ല. ഇടയ്ക്ക് കാണുമെന്ന് തോന്നിയാൽ ഞങ്ങൾ കാണും, അത്ര തന്നെ. അതിൽ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, വരുണുമായിട്ട് ഒളിച്ചോടാനൊന്നും ഞാൻ പോകുന്നില്ല എന്ന്. ഇത് കേട്ട് ശ്രീകാന്ത്, നിന്നെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഞാനിപ്പോൾ എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ നീ അവനെ മറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനങ്ങ് ആക്രോശിച്ചു. ദീപ്തി മടുപ്പോട് കൂടത്തിന് ഇവിടെ നിന്ന് നിങ്ങളൊന്ന് പോയി തരാവോ എന്ന് ചോദിക്കും. എനിക്ക് കിടന്നുറങ്ങണം, ഈ രാത്രി നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ? ഹർഷേച്ചി നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട് ശ്രീകാന്ത് ഒന്ന് പതറുന്നുണ്ട് എങ്കിലും ദേഷ്യം അഭിനയിച്ചു കൊണ്ടിപ്പം തന്നെ പറയുന്നുണ്ട്, എടി നീ എൻ്റെ കാര്യമൊന്നും നോക്കണ്ട, നീ ഒന്നും ഓർത്തോ. നിങ്ങൾ ആരും തന്നെ അറിയാതെ നടക്കുന്ന ഈ ഒരു രഹസ്യ കൂടിക്കാഴ്ചയും സംസാരവുമെല്ലാം തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഇത്രയും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. ദേഷ്യത്തോടെ ദീപ്തി വാതിലടച്ചു. ഉടനെ തന്നെ അവൾ വേദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. ദീപ്തി വരുണുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശ്രീകാന്ത് കേട്ടു എന്ന് പറയും. ഉടനെ വേദ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ശ്രീയേട്ടൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്നൊന്നും അറിയില്ല. വരുണിനോട് നീ ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. നമ്മുടെ ഏട്ടൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എന്തു ചെയ്യാനാ, സ്വന്തം കൂടെപ്പിറപ്പായി പോയില്ലേ. ശരി എന്ന് പറഞ്ഞ് ദീപ്തി ഫോൺ വെച്ചു. ഇതറിഞ്ഞ വിക്രം വേദിയോട് പറഞ്ഞിട്ട്, എടി നിന്റെ ഏട്ടനെ വല്ല ചങ്ങലക്കിട്, അല്ലെങ്കിൽ വല്ല കൗൺസിലിങ്ങിനും കൊണ്ടുപോ. അയാളുടെ മനസ്സൊന്ന് മാറട്ടെ. എല്ലാവരെയും ഇങ്ങനെ ദ്രോഹിച്ചിട്ട് എത്ര കാലം അയാൾ ഇങ്ങനെ ജീവിക്കും? വേദ വിഷമത്തോടെ പറഞ്ഞു. ഇനി എന്നെയും നിങ്ങളെയും എന്തെങ്കിലും ചെയ്യാനോ അച്ഛനെ ഉപദ്രവിക്കാനോ ശ്രമിച്ചാൽ പിന്നെ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. എങ്ങനെ പ്രതികരിക്കണമെന്നൊക്കെ എനിക്കറിയാം. വിക്രം അവളെ സമാധാനിപ്പിച്ചു. അയാളുമായിട്ട് ഇനി ഒരു പ്രശ്നത്തിനും പോവേണ്ട വേദ. നിന്നെ കരുതി മാത്രമാണ് ഞാൻ അയാളെ ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത്. പക്ഷേ അയാൾക്കിട്ട് ഞാൻ നല്ലൊരു കൊട്ടു കൊടുക്കും. അതിനൊരു അവസരം ഒത്തുവരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ അടുത്ത ദിവസം ശ്രീകാന്ത് ചന്ദ്രശേഖരനുമായി ഗൂഢാലോചന നടത്തി. നമ്മൾ കരുതുന്നത് പോലെയല്ല, ദീപ്തിയും ആ MLA വാസവൻ്റെ മകൻ വരുണും തമ്മിൽ ഇപ്പോഴും നല്ല ബന്ധത്തിൽ തന്നെയാണ്. ഇന്നലെ അവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഞാൻ നേരിട്ട് കേട്ടതാ. നമ്മളെയൊക്കെ പറ്റിച്ച് അവർ തമ്മിൽ ഇപ്പോഴും നല്ല കണക്ഷനിലാണ്. ശ്രീകാന്ത് പറഞ്ഞു. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെയൊന്നും അല്ലല്ലേ കാര്യങ്ങൾ. ഇനി നമ്മളറിയാതെ രണ്ടുപേരും കൂടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ട് മാലയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ദീപ്തിയെ കൊണ്ടുപോയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനൊരു പദ്ധതി ഉണ്ടെങ്കിലോ? ശ്രീകാന്ത് കലിപ്പോടെ പറഞ്ഞു. എങ്കിൽ ഞാൻ അവളെ അങ്ങ് വെച്ചേക്കത്തില്ല. കുടുംബത്തെ നാണം കെടുത്തിക്കൊണ്ട് തന്നെ അവൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അനിയത്തി ഇല്ല എന്ന് ഞാൻ കരുതും. ചന്ദ്രശേഖരൻ അവനെ തണുപ്പിക്കാൻ ശ്രമിച്ചു. എടാ അതിപ്പോൾ അങ്ങനെയൊക്കെ പറയും. കുറേ കാലം കഴിയുമ്പോൾ ഈ ദേഷ്യമെല്ലാം മാറും. നിനക്കല്ല, ശങ്കരേട്ടനും അതുപോലെ തന്നെ പത്മത്തിനും. ശ്രീകാന്ത് പറയുന്നുണ്ട്, അതിനൊന്നും അനുവദിച്ചു കൂടാച്ചാ. വരുണിനെ അങ്ങ് തീർത്തേക്കണം. ഇപ്പം തന്നെ കണ്ടില്ലേ, വേദയും വിക്രമും നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ലേ? കുറച്ച് നാളുകൾ കൂടി കഴിയുമ്പോൾ അവർ തമ്മിൽ കൂടുതൽ അടുക്കും. നമ്മൾ അവരെ തമ്മിൽ പിരിക്കാനായിട്ട് 18 അടവ് നോക്കിയതാ. അവസാനം നടന്നത് എന്താണ് നിനക്കറിയാമല്ലോ. ആ വിക്രമിനെയും MLA വാസവൻ്റെ മകനെയും ഒരുമിച്ച് അങ്ങ് തീർക്കണം. എന്നിട്ട് വീടൊന്ന് ശുദ്ധികലശം നടത്തണം. എന്നാലേ എനിക്ക് സ്വസ്ഥത കിട്ടൂ. ചന്ദ്രശേഖരൻ ഉപദേശിച്ചു. ഇനി വിക്രമുമായിട്ട് നേരിട്ടൊരു ഫൈറ്റ് ചെയ്താലും വേണ്ട, അത് നമുക്ക് ദോഷം ചെയ്യും. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബുദ്ധിപൂർവ്വം മാത്രമേ ഓരോ ചുവടും എടുത്തു വെക്കാൻ പറ്റുള്ളൂ. വിക്രമിനെയും ആ വരുണിനെയും ഒരുമിച്ച് അവസാനിപ്പിക്കാൻ ഒരു മാർഗം എൻ്റെ മനസ്സിലുണ്ട്. ശ്രീകാന്ത് ആ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു എന്നാ കേട്ടത്. അയാളെ വെച്ച് നമുക്കൊരു കളി അങ്ങ് കളിച്ചാലോ? വിക്രമിൻ്റെ സഹായം അയാൾക്ക് ആവശ്യമായി വരണം. ആ സമയത്ത് നമുക്ക് ഒരു കളി കളിക്കണം. അങ്ങനെ അവർ ശ്രീനിവാസനെ ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. എതിർ പാർട്ടിക്കാരെ വിട്ട് കാശ് കൊടുത്ത് ശ്രീകാര്യം ശ്രീനിവാസനെതിരെ ജനരോഷമുണ്ടാക്കുന്നു. ശ്രീനിവാസന്റെ കാറ് അടിച്ചു തകർത്തു. ജനങ്ങൾക്കിടയിൽ അയാൾക്ക് ശത്രുതയുണ്ടാക്കുന്നു. അത് വിക്രം അറിയുന്നുണ്ട്. പക്ഷേ അവൻ ഇടപെടുന്നില്ല. ഇത് സാറിനെ ചതിക്കാനായി മനഃപൂർവ്വം ചെയ്യുന്നതാ. MLA വാസവനായിരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് വിക്രം കരുതുന്നു. കൂട്ടുകാർ വിക്രമിനോട് ഇതിൽ ഇടപെടേണ്ട എന്ന് പറയും. അക്രമം രൂക്ഷമായതോടുകൂടി തന്നെ ശ്രീനിവാസൻ സാറ് ആകെ തളർന്നുപോയി. MLA സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന പേരിൽ അയാൾ സുധയോട് പറഞ്ഞു. വിക്രം ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് അറിയാൻ പറ്റിയേനെ. അവൻ പോയി എന്നറിഞ്ഞതോടുകൂടിയാണ് ജനങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞത്. സുധ പറയുന്നുണ്ട്, MLA വാസവനെതിരെ നിൽക്കാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, അത് വിക്രമാണ്. നിങ്ങൾ അവനെ ഒന്ന് വിളിക്ക്. ഗത്യന്തരമില്ലാതെ ശ്രീനിവാസൻ വീണ്ടും വിക്രമിനെ വിളിച്ചു. വിക്രം, ഞാൻ വിളിച്ചത് എനിക്കൊരു സഹായം വേണം. എന്നെ തോൽപ്പിക്കാനായി എതിർ പാർട്ടികൾ കള്ളപ്രചരണം നടത്തുന്നുണ്ട്. നീ എൻ്റെ കൂടെ വേണം. നീ ഉണ്ടെങ്കിൽ എനിക്ക് ആരെയും പേടിക്കണ്ട എന്ന് ശ്രീനിവാസൻ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ വിക്രം അത് നിരസിച്ചു. സർ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി സാറിൻ്റെ കൂടെ നിൽക്കാനൊന്നും എനിക്കാവില്ല.
എല്ലാം ഉപേക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത്. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല സർ, എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്തു. വിക്രം കൈവിട്ടതോടുകൂടി തന്നെ ശ്രീനിവാസൻ ആകെ നിരാശനായി. ഇത് തന്നെയാണ് പറ്റിയ അവസരമെന്ന് കണ്ട് ശ്രീകാന്ത് ശ്രീനിവാസനെ വിളിച്ച് ഒരു ഡീൽ ഉറപ്പിച്ചു. നിങ്ങളെ ഞാൻ ഇലക്ഷനിൽ ജയിപ്പിക്കാം, പണം എത്ര വേണമെങ്കിലും മുടക്കാം. പകരം എനിക്കൊരു കാര്യം ചെയ്തു തരണം. എൻ്റെ അനിയത്തിയും എം.എൽ.എ. വാസവൻ്റെ മകനും തമ്മിലുള്ള ബന്ധമങ്ങ് തകർക്കണം. അതോടൊപ്പം വിക്രമിനെയും തകർക്കണം. അതിനൊക്കെ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. എം.എൽ.എ. വാസവൻ്റെ മകനെ അങ്ങ് തട്ടിക്കളയണം. ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. ആദ്യം മടിച്ചുവെങ്കിലും അധികാരം മോഹിച്ചുകൊണ്ട് തന്നെ ശ്രീനിവാസൻ അതിന് സമ്മതിച്ചു. കുറ്റം വിക്രമിൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്നാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതൊന്നും അറിയാതെ വിക്രം വീട്ടിലേക്ക് വേദയുമായി സ്നേഹത്തോടുകൂടെ കഴിയുകയായിരുന്നു. വിക്രം പഠിക്കണമെന്ന വേദ വാശി പിടിച്ചു. ശ്രീജേട്ടത്തിൻ്റെ ബിസിനസ് പൊടിപൊടിക്കുന്നതിൻ്റെ അസൂയ നന്ദിനിയേട്ടത്തിക്ക് നല്ലോണമുണ്ട്. നിങ്ങൾ വെറും വർക്ക്ഷോപ്പിലെ ജോലിക്കാരനായി നടന്നാൽ പോരാ എന്ന് വേദ പറഞ്ഞ് അവനെ കൊണ്ട് തന്നെ പഴയ പുസ്തകങ്ങളൊക്കെ എടുപ്പിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും തമാശ പറഞ്ഞും അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇതിനിടയിലായിരിക്കും ശ്രീകാന്ത് വരുണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. ശ്രീനിവാസനെ ഓർമ്മിപ്പിച്ചു. ശ്രീനിവാസൻ ഗുണ്ടകളെ ഏർപ്പാടാക്കി കൊടുത്തു. ഒരു വിജനമായ സ്ഥലത്ത് വെച്ച് വരുൺ ബൈക്കിൽ വരുമ്പോൾ ഗുണ്ടകൾ തടഞ്ഞു നിർത്തി അവനെ മർദ്ദിക്കുന്നു. യാദൃശ്ചികമായി അതുവഴി വന്ന വിക്രം ഇത് കാണുന്നു. അവൻ ഓടിയിറങ്ങി ഗുണ്ടകളെ തല്ലി തരിപ്പണമാക്കി. പക്ഷേ ഇതിനിടയിൽ ഒരു ഗുണ്ട കല്ലെടുത്ത് വരുണിൻ്റെ തലക്കടിച്ചു. വരുൺ ചോരയൊലിച്ചുകൊണ്ട് തന്നെ ബോധം കെട്ടി വീഴാണ്. വിക്രം ഗുണ്ടകളെ പിടികൂടി ചോദ്യം ചെയ്യാൻ നോക്കിയപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിട്ടാ ഞങ്ങളിത് ചെയ്തത് എന്ന് പറയും. അങ്ങനെ അവരത് സമ്മതിക്കുന്നതോടുകൂടി തന്നെ വിക്രം പെട്ടെന്ന് തന്നെ അവരെ അവിടെ നിന്നും ആട്ടി ഓടിച്ചു വിട്ടിട്ട് വരുണിനെ വാരിയെടുത്ത് ആശുപത്രിയിലേക്ക് പാഞ്ഞു. വിവരമറിഞ്ഞ് എം.എൽ.എ. വാസവൻ ആശുപത്രിയിലെത്തി. അവിടെ നിൽക്കുന്ന വിക്രമിനെ കണ്ടതോടുകൂടി തന്നെ വാസവൻ അങ്ങ് ദേഷ്യം വന്നു. എടാ, എൻ്റെ മകനെ നീ ചതിച്ചതല്ലേ? നീയും നിന്റെ ആൾക്കാരും ചേർന്നല്ലേ എൻ്റെ മകനോട് ഇങ്ങനൊരു ക്രൂരത ചെയ്തത്? ശ്രീനിവാസന്റെ ഗുണ്ടകളാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത്. അപ്പോൾ നിനക്കും ഇതിൽ പങ്കുണ്ട്. അവൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ വച്ചേക്കില്ല. അങ്ങനെയെല്ലാം ആക്രോശിച്ചുകൊണ്ട് തന്നെ വാസവൻ വിക്രമിനെതിരെ പിടിച്ചങ്ങ് തള്ളുകയാണ്. വിക്രം തിരിച്ചടിച്ചു. എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല സർ. ബൈക്കിൽ ഞാൻ വരുന്ന സമയത്തിന് ഇവനെ ആരോ തല്ലുന്നത് കണ്ട് ഞാൻ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. നിങ്ങൾ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുവാണെന്നൊക്കെ പറയും വിക്രം. എന്നാൽ വാസവൻ അതൊന്നും തന്നെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതേ സമയം ശ്രീകാന്ത് വാസവനെ വിളിച്ച് വിക്രമും ശ്രീനിവാസനും ചേർന്നുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് പറയും. അങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കാണ് ശ്രീകാന്ത്. എന്നാൽ വരുണിന് ബോധം വന്നപ്പോൾ ഡോക്ടർ വാസവനെ അകത്തേക്ക് വിളിപ്പിച്ചു. വാസവൻ ചോദിക്കുന്നുണ്ട്, വിക്രമല്ലേ മോനെ നിന്നോട് ഇങ്ങനൊരു ക്രൂരത ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്തിന് അവശനായി കിടക്കുന്ന വരുൺ പറയുന്നുണ്ട്, അല്ല അച്ഛാ, വിക്രം ചേട്ടനല്ല, എന്നെ കൊല്ലാൻ വന്നത് ശ്രീനിവാസന്റെ ഗുണ്ടകളാണ്. വിക്രം ചേട്ടൻ വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം എൻ്റെ ജീവൻ തെറ്റിച്ച് കിട്ടിയത്. ചേട്ടൻ എന്നെ രക്ഷിക്കാൻ നോക്കുകയാണ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ വാസവനാകെ ഞെട്ടിപ്പോയി. അയാൾക്ക് വിക്രമിനോട് വല്ലാതെ കുറ്റബോധം തോന്നി. പുറത്തു വന്ന വാസവൻ വിക്രമിനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. എൻ്റെ മകനെ രക്ഷിച്ചതിന് നന്ദി, ഞാൻ തെറ്റിദ്ധരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞ് ഇനി ഇതിന് പിന്നിൽ കളിച്ചവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് വാസവൻ ഉറപ്പിച്ചു പറഞ്ഞു. വാസവൻ നേരെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി. ശ്രീനിവാസന്റെ ഗുണ്ടകളാണ് തൻ്റെ മകനെ ആക്രമിച്ചത് എന്ന് തെളിവ് സഹിതം തന്നെ അയാൾ ജനങ്ങളെ അറിയിച്ചു. ഇതോടുകൂടി തന്നെ ശ്രീനിവാസന്റെ സ്ഥാനാർത്ഥി സ്ഥാനം അങ്ങ് റദ്ദാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം തന്നെ അയാൾക്കെതിരെ തിരിയുന്നു. കലി തീരാനാവാതെ ശ്രീനിവാസൻ ശ്രീകാന്തിനെ വിളിച്ച് ചീത്ത വിളിച്ചു. എടാ ചതിയ, നിന്റെ വാക്ക് കേട്ടാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ എല്ലാം പോയി. നീയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഞാൻ എല്ലാവരോടും പറയും. ശ്രീകാന്ത് അന്നേരം ആകെ പേടിച്ചു പോവാണ്. പക്ഷേ വാസവൻ ഈ ഫോൺ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ ശങ്കരനാരായണനെയും കുടുംബത്തെയും കേൾപ്പിച്ചു. ശ്രീകാന്താണ് എല്ലാത്തിനും പിന്നിലെ എന്ന് ശങ്കരനാരായണനും ദീപ്തിയും വീട്ടുകാരും എല്ലാവരും അറിഞ്ഞു. സ്വന്തം വീട്ടുകാരും പോലും വെറുത്തതോടുകൂടി തന്നെ ശ്രീകാന്ത് ആകെ ഒറ്റപ്പെട്ടു പോവാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ ചതികളെല്ലാം തന്നെ പൊളിഞ്ഞു. പിന്നീട് അങ്ങനെ വരുണും ദീപ്തിയുമായിട്ടുള്ള വിവാഹത്തിന് ശങ്കരനാരായണൻ തന്നെ സമ്മതിക്കാണ്. വിക്രമിനെയും വേദയും അവർ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ശ്രീകാന്ത് മാത്രം അപമാനിതനായി തന്നെ പുറത്താകുന്നു. ശ്രീകാന്തിൻ്റെ ചതി പുറത്തായതോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. എം.എൽ.എ. വാസവൻ നേരിട്ട് ശങ്കരനാരായണൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. പുറകെ തന്നെ സത്യങ്ങൾ അറിഞ്ഞ നടുക്കത്തിൽ വിക്രമും വേദയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വീട്ടുമുറ്റത്ത് വെച്ച് ശങ്കരനും കുടുംബവും വാസവനെ കണ്ട് അന്തം വിട്ട് നിൽക്കാണ്. എന്തിനാ വാസവ നീ ഇങ്ങോട്ടേക്ക് വന്നത്? എൻ്റെ മകനെ ഇനിയും നാണം കെടുത്താൻ ബാക്കിയുണ്ടോ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുമ്പോൾ വാസവൻ ഒരു ചിരിയോടുകൂടെ തന്നെ ഫോൺ എടുത്തു. ശങ്കര, നിന്റെ മകൻ ആരാണെന്നും അവൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും നീ നേരിട്ട് കേൾക്കുകയെന്ന് പറഞ്ഞ് വാസവൻ ആ ഒരു ഫോൺ റെക്കോർഡിംഗ് നേരെ ഉച്ചത്തിൽ അങ്ങ് കേൾപ്പിക്കാണ്. ഫോണിലൂടെ ശ്രീകാന്തിന് ശബ്ദം മുഴങ്ങി കേട്ടു. ശ്രീനിവാസ, പണം എത്ര വേണമെങ്കിലും ഞാൻ മുടക്കാം. വരുണിനെയും വിക്രമിനെയും നീ അങ്ങ് തീർക്കണം. എന്നാലേ എൻ്റെ പക തീരൂ. സ്വന്തം മകൻ്റെ ശബ്ദം കേട്ട് ശങ്കരനാരായണൻ ആകെ തരിച്ചുപോയി. അമ്മയും ദീപ്തിയും വിശ്വസിക്കാനാവാതെ ശ്രീകാന്തിനെ തന്നെ നോക്കി നിൽക്കാൻ. കള്ളത്തരമെല്ലാം തന്നെ പിടിക്കപ്പെട്ട് ശ്രീകാന്ത് ആകെ വിയർത്തുരുകി നിൽക്കാണ്.
അത് എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് എന്തോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിക്കി പറയാൻ ശ്രമിക്കുമ്പോഴും ശങ്കരൻ കൈ അങ്ങ് വായയുടെ പറഞ്ഞു. ഠേ എന്നൊരു ശബ്ദത്തിൽ ഒരൊറ്റടി ശ്രീകാന്തിന്റെ കർണം പുകഞ്ഞു പോയി. എടാ ദ്രോഹി, സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് നീ ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കുവോ? ശങ്കരനാരായണൻ അലറിക്കൊണ്ട് പറഞ്ഞു. കുടുംബത്തിന്റെ മാനം കാക്കാനാണെന്നും പറഞ്ഞിട്ട് നീ കാട്ടിക്കൂട്ടിയത് മുഴുവൻ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ? നിന്നെ വിശ്വസിച്ച് പാവം ഞാൻ എൻ്റെ മകൾ വേദയെ പഴിച്ചു. വിക്രമിനെ ശത്രുവായി കണ്ടു. എല്ലാം നിന്റെ ഈ വിഷം നിറഞ്ഞ മനസ്സുകാരനാണ്. ശങ്കരന്റെ നെഞ്ചു പൊട്ടുന്ന വേദന ആ വാക്കുകളിലുണ്ടായിരുന്നു. ദീപ്തി വെറുപ്പോടു കൂടി തന്നെ ശ്രീകാന്തിനെ നോക്കി പറഞ്ഞു. ഏട്ടൻ ഇത്രയും നീചനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. വരുണിനെ കൊല്ലാൻ നോക്കിയ ഏട്ടനെ ഇനി എനിക്ക് വെറുപ്പാണ്. അപമാന ഭാരത്താൽ തന കുലിച്ചു നിൽക്കാനേ ശ്രീകാന്തിന് അന്നേരം കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും വാസവൻ ഇടപെട്ടു. ശങ്കര, കഴിഞ്ഞത് കഴിഞ്ഞു. വിക്രമാണ് എൻ്റെ മകൻ്റെ ജീവൻ രക്ഷിച്ചത്. അവനില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ മോൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ആ നന്ദി എനിക്കുണ്ട്. അതുകൊണ്ട് പഴയ പകയൊന്നും എൻ്റെ മനസ്സിലില്ല. എൻ്റെ മകൻ വരുണിന് നിന്റെ മകൾ ദീപ്തിയെ ഒരുപാടധികം ഇഷ്ടമാണ്. നിനക്കും കൂടെ സമ്മതമാണെങ്കിൽ ഈ വിവാഹം നമുക്കങ്ങ് നടത്താമെന്ന് പറയും. ഇത് കേട്ടതോടുകൂടി തന്നെ ശങ്കരനാരായണന്റെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ വിക്രമിനെ നോക്കി കൈകൂപ്പി പറഞ്ഞു. വിക്രം, നീ എന്നോട് ക്ഷമിക്കണം മോനെ. തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാൻ നിന്നെ ഒരുപാടധികം വേദനിപ്പിച്ചു. വിക്രം ഓടിച്ചെന്ന് ശങ്കരനാരായണന്റെ കൈ പിടിച്ചു. അയ്യ അച്ഛ, വേണ്ട. അച്ഛൻ ഏതായാലും സത്യമെല്ലാം മനസ്സിലാക്കിയല്ലോ, ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം മനസ്സിലാക്കിയല്ലോ, അത് മതിയെന്ന് പറയും. അന്തരീക്ഷമാകെ മാറി. സന്തോഷം തിരികെ വന്ന ആ ഒരു നിമിഷത്തിൽ ശങ്കരനാരായണൻ കടുപ്പത്തിൽ ഒരു തീരുമാനമെടുത്തു. അയാൾ ശ്രീകാന്തിനെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഇനി ഈ വീട്ടിൽ നിനക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. എൻ്റെ മക്കളെ തമ്മിലടിപ്പിക്കാനും കൊലപാതകം നടത്താനും കൂട്ടുനിന്ന് നീ ഇനി എൻ്റെ മകനല്ല. ഇറങ്ങിപ്പോടാ. ശങ്കരനാരായണന്റെ ആക്രോശം കേട്ട് ശ്രീകാന്ത് ഒന്ന് ഞെട്ടിവിറച്ചു. അമ്മ കാറി പിടിച്ച് കരയാൻ തുടങ്ങിയുവെങ്കിലും ശങ്കരനാരായണൻ അറിഞ്ഞില്ല. ഇവൻ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ഗതി പിടിക്കില്ല എന്ന് ശങ്കരനാരായണൻ തീർത്തും പറഞ്ഞു. ഗത്യന്തരമില്ലാതെ ചെയ്ത തെറ്റുകളുടെ ഭാരവും പേറി സ്വന്തം വീട്ടിൽ നിന്നും ശ്രീകാന്ത് തല കുനിച്ച് പടിയിറങ്ങി പോവാണ്. അവൻ്റെ പതനം കണ്ടിട്ട് ആർക്കും തന്നെ സഹതാപമില്ല. ശ്രീകാന്ത് പടിയിറങ്ങിപ്പോയതോടുകൂടെ തന്നെ ആ വീടിൻ്റെ ഐശ്വര്യം തിരികെ വന്നതുപോലെയായി. ശങ്കരനാരായണൻ സ്നേഹത്തോടെ വേദയും വിക്രമിനെയും ചേർത്ത് പിടിച്ചു. മോളെ, നീയും വിക്രമും ഇനി മാറി നിൽക്കേണ്ട. വരുണിനെയും ദീപ്തിയുടെയും കല്യാണം നമുക്ക് ഗംഭീരമായി തന്നെ നടത്തണം. അതിന് മുന്നിൽ നിൽക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ് എന്ന് ശങ്കരനാരായണൻ പറഞ്ഞപ്പോൾ വേദയുടെ കണ്ണുകൾ ആനന്ദത്താൽ നിറഞ്ഞു. കമലമ്മയും മാഷും നന്ദിനിയും എല്ലാ നേരം സന്തോഷത്തിൽ പങ്കുചേർന്നു. അങ്ങനെ എല്ലാവരും ഒത്തുചേർന്ന ആ ഒരു സന്തോഷത്തിൽ മുറ്റത്ത് വെച്ച് വരുണും ദീപ്തിയും തമ്മിലുള്ള ആ ഒരു വിവാഹം ഉറപ്പിക്കാൻ വിക്രമിൻ്റെയും വേദയുടെയും മുഖത്ത് ഇത്രനാൾ അനുഭവിച്ച സങ്കടങ്ങളെല്ലാം തന്നെ മാറി. വരാനിരിക്കുന്ന നല്ല കാലത്തിൻ്റെ തിളക്കം കാണാമായിരുന്നു. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.